ഗൈസ്, ഇതിൻ്റെ ആദ്യത്തെ യൂട്യൂബ് വ്ളോഗാണ്. അപ്പോൾ ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ടാവാം എനിക്ക് കുറച്ചധികം ടെൻഷനുണ്ട് കേട്ടോ. അത് ഇനി എന്താ പറയേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ ഓർത്തിട്ടാവാം. ഓക്കെ, എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞങ്ങളിന്ന് അജ്മാനിൽ നിന്നും ദുബായിലേക്ക് പോകുന്ന വിശേഷങ്ങളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. ഞങ്ങൾ അജ്മാനിൽ നിന്നും യൂണിയൻ മെട്രോയിൽ എത്തിയിട്ടുണ്ട്. അജ്മാനിൽ നിന്നും യൂണിയൻ മെട്രോ വരെ 15 ദിർഹമാണ് ഒരാൾക്ക് എക്സ്പെൻസ് ആവുന്നത്. അവിടുന്ന് ഞങ്ങൾ മെട്രോ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. ഇതാണ് എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയാൻ പറ്റില്ല, ശരിക്കും ഫാമിലി പോലെയാണ് ഞങ്ങൾ. അങ്ങനെ മെട്രോയ്ക്കകത്ത് കയറി. ഈ കാണുന്നത് ദുബായ് ഫ്രെയിമാണ്. ഇത് മെട്രോയ്ക്കകത്ത് നിന്ന് നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ്. അതുപോലെ തന്നെ ഇത് ദുബായ് ഹാങ്ങിങ് ആണ് ഈ കാണുന്നത്. ശരിക്കും മെട്രോയ്ക്കകത്ത് നിന്ന് കാണുമ്പോൾ വളരെ എക്സൈറ്റിങ്ങിലാണ് ഞാൻ, കാരണം ആദ്യമായിട്ട് കാണുന്ന കാഴ്ചകളായതുകൊണ്ടാവാം. ഇതാണ് ഫ്യൂച്ചർ മ്യൂസിയം. ഇവിടേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഈ ഒരു കാഴ്ച എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു വ്യൂ എന്ന് പറയുന്നത് മെട്രോയ്ക്കുള്ളിൽ നിന്ന് കാണുന്ന ഒരു വ്യൂ ആണ്. മെട്രോ സ്റ്റേഷനിൽ നിന്നും ഫ്യൂച്ചർ മ്യൂസിയം വരെ 5 ദിർഹമാണ് ഒരാൾക്ക് ചാർജ് വരുന്നത്. ഫൈനലി ഞങ്ങൾ ഫ്യൂച്ചർ മ്യൂസിയത്തിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഉള്ളിലേക്ക് കുറച്ച് നടക്കാനുണ്ട്. പിന്നെ ഈ ഒരു ഏരിയ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഉള്ളിലേക്ക് പോകുമ്പോൾ കണ്ടില്ലേ, വളരെ മനോഹരമായ ലൈറ്റും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ നമുക്ക് ഫോട്ടോസ് എടുക്കാനായിട്ട് ഒത്തിരി സ്ഥലങ്ങളുണ്ട്. ഇതിൻ്റെ താഴെ നമ്മൾ ഇറങ്ങുവാണെങ്കിൽ നമുക്ക് ഫോട്ടോസ് എടുക്കാനൊക്കെ ഒത്തിരി സ്ഥലങ്ങളുണ്ട്. പിന്നെ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ തികച്ചും ഫ്രീ ആണ് കേട്ടോ. നമുക്ക് ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറാനും സാധിക്കും. പക്ഷേ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ അത്യാവശ്യം ഇവിടെ എൻജോയ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഞങ്ങൾ ദുബായ് മോളിലേക്കാണ് പോകുന്നത്. ദുബായ് മോളിലേക്ക് പോകുമ്പോൾ നമുക്ക് കുറച്ചധികം നടക്കാനായിട്ടുണ്ട്. പക്ഷേ നമുക്കതൊരു ബോറായിട്ട് തോന്നില്ല, കാരണം നടക്കുന്ന ടൈം തന്നെ നമുക്ക് ഒരുപാട് കാഴ്ചകൾ ചുറ്റും കാണാൻ പറ്റും. നമുക്ക് ബുർജ് ഖലീഫ കാണാനായിട്ട് സാധിക്കും. കണ്ടില്ലേ, ഇവരെല്ലാവരും എൻജോയ് ചെയ്താണ് അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് ദുബായ് മോളിൽ ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്നുള്ളതും നോക്കാം. അങ്ങനെ നേരെ ഞങ്ങൾ ദുബായ് മോളിനകത്തെത്തിയിട്ടുണ്ട്. അവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാഴ്ചയാണ് ഈ ഒരു അക്വേറിയം. ശരിക്കും നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോയിട്ട് വരാൻ പറ്റുന്ന ഒരു സ്ഥലങ്ങളാട്ടോ ഇതെല്ലാം. ഇവിടെ ശരിക്കും ഫ്രീ ആണ്, ടിക്കറ്റിൻ്റെ ആവശ്യമില്ല. ടിക്കറ്റ് എടുത്ത് വേണമെങ്കിൽ നമുക്ക് കയറാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. ചില വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ പോകുന്നത് വാട്ടർഫോളിലേക്കാണ്. ഇവിടെ നിന്ന് ഞാനും ഏജിയും കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ഏജിക്ക് വീഡിയോസൊക്കെ എടുക്കാൻ കുറച്ച് ചമ്മലുള്ള ആളാണ്, അപ്പോൾ അതൊക്കെ പറഞ്ഞ് ചിരിക്കുകയാണ് ഞാനും ഏജയും. പിന്നെ അവിടെ നിന്ന് നേരെ ഞങ്ങൾ വാട്ടർഫോളിൻ്റെ അവിടെ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് നേരെ പോകുന്നത് ബുർജ് ഖലീഫയിലേക്കാണ്. ശരിക്കും ഈ ഒരു നിമിഷത്തെ സന്തോഷമുണ്ടല്ലോ, അതെനിക്ക് പറഞ്ഞറിയിക്കാനേ സാധിക്കില്ല, അത്ര അധികമുണ്ട്. കാരണം എൻ്റെ ഏജിയും കൂട്ടി ഇവിടെ വരണം എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു. അങ്ങനെ ആ സ്വപ്നം സാധിച്ചു. അതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് എൻജോയ് ഒക്കെ ചെയ്തു, ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും